നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2019 മറിച്ചുവിറ്റോ? കോടികളുടെ വിലയിട്ട് വിറ്റുവെന്നാണ് സൂചന. 20 കോടിയോളം രൂപ ഇതിനുശേഷം കേരളത്തിൽ മാത്രം വിവാദ സ്പോൺസർ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 2% പലിശയ്ക്കാണ് നൽകിയിട്ടുള്ളത്. അതായത് 1 കോടി കൊടുത്താൽ മാസം 2 ലക്ഷം രൂപ പലിശ. വസ്തു എഴുതി വാങ്ങിയ ശേഷമാകും പണം നൽകുക. 3 കൊല്ലത്തിനകം പലിശയും മുതലും മുഴുവനായി നൽകിയാൽ വസ്തു തിരിച്ചെഴുതി നൽകും. ഇല്ലാത്ത പക്ഷം 3 കൊല്ലത്തിന് ശേഷം ഈടിനായി വിലയാധാരം നൽകുന്ന ഭൂമി ഈ സ്പോൺസർ വിൽക്കും. തൻ്റെ പണം എടുത്ത ശേഷം ബാക്കി കടം വാങ്ങിയ ആളിന് തിരിച്ചു നൽകും. പക്ഷേ വിൽപ്പന കണക്കുകളിലെ തട്ടിപ്പുകൾ കാരണം യഥാർത്ഥ വിലത്തുക വസ്തു വീടായി എഴുതി നൽകുന്ന ആൾ അറിയുക പോലുമില്ല. അതായത് വലിയ സാമ്പത്തിക ലാഭം ഇതിലൂടെ നേടിയെടുക്കും. സ്വർണ്ണപ്പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ നൽകിയെന്നാണ് സൂചന. പാളിയുടെയോ സ്വർണത്തിൻ്റെയോ വിപണി വിലയല്ല ഇതിൽ പ്രധാനം. ശബരിമല ശ്രീകോവിലിൻ്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ പാളി എന്ന നിലയിൽ അമൂല്യമായ ഒരു വസ്തുവാണിത്. ഇത്തരം വസ്തുക്കൾ എന്ത് വില നൽകിയും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന ചിലരുണ്ട്. അവരിൽ നിന്ന് വൻ തുക വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരിക്കാമെന്നാണ് നിഗമനമെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ദേവസ്വം വിജിലൻസ് വെള്ളിയാഴ്ച ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തിരിമറിക്ക് പിന്നിലെന്ന ആരോപണവുമായി ദേവസ്വം ബോർഡ് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയേക്കും. ഇതോടെ സ്വർണ്ണപ്പാളി കേസ് പുതിയ തലത്തിലെത്തും. ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണ്ണരൂപം ശനിദോഷം അകറ്റാനും ഐശ്വര്യവർദ്ധനയ്ക്കും ഉപകരിക്കുമെന്ന പ്രചാരണം നടത്തി വിറ്റെന്നാണ് വിലയിരുത്തൽ. പാളി പുതുതായി സ്വർണ്ണം പൂശണമെങ്കിൽ തന്നെ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തു കൊണ്ടുപോയത് കടത്തിക്കൊണ്ടുപോകൽ തന്നെയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തം. 2019 ജൂലൈയിലാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുക്കുന്നത്. 14 ഭാഗങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ഈ പാളികൾ ചെന്നൈയിലെ ചില വീടുകളിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയെന്നാണ് സൂചന. വിശ്വാസമൂല്യം മുതലെടുത്ത് അവിടെ വെച്ച് വൻ തുകയ്ക്ക് വിറ്റെന്നാണ് കരുതുന്നത്. മൊത്തമായി കച്ചവടം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകം മാറ്റിയെടുക്കാവുന്ന രീതിയിലായതിനാൽ അങ്ങനെ തന്നെ വീതം വെപ്പ് നടന്നിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തലെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്തെന്ന മട്ടിൽ 39 ദിവസം കഴിഞ്ഞാണ് സ്വർണം പൂശാനായി പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത്. ചെന്നൈയിലെത്തിയത് പൂർണ്ണമായി ചെമ്പായിരുന്നെന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ MDയും അഭിഭാഷകനും പറഞ്ഞത് പാളി മാറ്റിയെന്നതിനെ സാധൂകരിക്കുന്നു. ഇവിടെ എത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായതെന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അന്നത്തെ ദേവസ്വം അധികാരികൾക്ക് ഉത്തരം നൽകാനായിട്ടില്ല. 39 ദിവസത്തിനിടെ എവിടെ വെച്ചെങ്കിലും പുതിയ പാളി ഉണ്ടാക്കിയിരിക്കാനാണ് സാധ്യത. പഴയ പാളിയുടെ പകർപ്പിൽ മൂശ തയ്യാറാക്കി അതേപോലെ പുതിയ ചെമ്പുപാളി ഉണ്ടാക്കി സ്വർണം പൂശിയെന്നാണ് നിഗമനം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം ഔദ്യോഗികമായി ആരംഭിക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടണം. ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് പിന്നാലെ അന്വേഷണം തുടങ്ങും. ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയ നിർദ്ദേശം. ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ SITക്ക് കൈമാറിയേക്കും. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നൽകരുതെന്ന് കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ കരുതലോടെയാണ് SITയുടെ നീക്കങ്ങൾ. വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന പരാതികളിലും SIT ആകും തുടരന്വേഷണം നടത്തുക. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ ശബരിമലയുടെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പും ഉടൻ ആരംഭിക്കും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രതിസ്ഥാനത്ത്. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ കൂടുതൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകളും കോടതി നിരീക്ഷണങ്ങളും തെളിവുകളും പുറത്തുവരുന്നത് ഇടത് സർക്കാരിന് കനത്ത വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെ ഈ വിഷയത്തെ നേരിടാനാണ് CPM തീരുമാനം. കാണാതായ സ്വർണ്ണപ്പാളിയിൽ വീണ്ടും സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനം കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ നിലപാട് മാറ്റിയതിലും ചട്ടങ്ങൾ ലംഘിച്ച് സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതോടെ കേസിൽ പ്രസിഡന്റ് PS പ്രശാന്തും ഇടതുമുന്നണിയുടെ പ്രതിനിധികളായ അംഗങ്ങളും അടങ്ങുന്ന സമിതിക്കെതിരെ കുരുക്കുമുറുകയാണ്. ഈ സാഹചര്യത്തിൽ കാലാവധി തീരാൻ പോകുന്ന പ്രസിഡന്റ് പ്രശാന്തിനെ നിലനിർത്താനുള്ള ശ്രമങ്ങളും പ്രതിസന്ധിയിലാകും.